ദിസ് ഈസ് റോങ് ബ്രോ, ഡോണ്ട് ഡു ഇറ്റ് ബ്രോ. കരയിപ്പിച്ചു. സത്യം പറഞ്ഞ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ നല്ല രീതിക്ക് കരയിപ്പിച്ചു. ആ ലാസ്റ്റ് 40 സെക്കൻഡ് നല്ല രീതിക്ക് കരഞ്ഞു. എന്താ പറയാ, നല്ല ഇമോഷണൽ ആയി പോയി. കരഞ്ഞു എന്നല്ല, ഭയങ്കര ഇമോഷണൽ ആയി പോയി. കാരണം അത് അത് ഭയങ്കര ഒരു ഫീലാണ്. സത്യം പറഞ്ഞ വിജയുടെ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഒരു ഹെവൻലി ഫീൽ തന്നെയാണ്. ഒരു FDFS കാണുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതര ഫീലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് എത്ര പേർ കണക്ട് ആവുന്ന ഒരു വിജയ് ആരാധകനാണ്, അല്ലെങ്കിൽ അത്രയും എന്താ ഇഫ് യു ആർ എ ഡൈ ഹാർഡ് വിജയ് ഫാൻ യു വിൽ ടച്ച് ദിസ്. എന്താ പറയാ, അത്രയ്ക്ക് ടച്ച് ആവും നമ്മൾ ആ ഒരു സിനിമ കണ്ട് തീരുമ്പോ. സിനിമ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ ആക്ഷൻ മൂവി, നല്ലൊരു സോഷ്യൽ റിലവന്റ് ഉള്ള കണ്ടന്റ് പറയുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഉള്ള കുറെ കാര്യങ്ങളുള്ള ഒരു ആക്ഷൻ മൂവിയാണ്. അത് റീമേക്ക് പടമാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ്, ഭഗവത് കേസരിയുടെ റീമേക്ക് തന്നെയാണ് ഈ പടം. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അതിന്റെ കോർ കണ്ടന്റ് ഈ സിനിമയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ വില്ലന്റെ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് ആ സിനിമയ്ക്കകത്ത് മാറ്റിയിട്ടുണ്ട്. അതിന്റെ ആ ഇഷ്യൂസ് ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. അതൊരു എന്താ പറയാ, ഒരു നാട്ടിന്, ഒരു ഇന്ത്യക്ക് അതിനെതിരെയുള്ള ആ ഒരു കണക്കുള്ളൊരു പ്രശ്നമാക്കി മാറ്റിയിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. പക്ഷെ കോർ കണ്ടന്റ് ആ സിനിമയുടെ ഒരു എന്താ പറയാ, പക്ക ആ ഒരു മെയിൻ കഥ, സ്റ്റോറി, കാര്യങ്ങളൊക്കെ ഭഗവത് കേസരി തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ അതിന്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്, കുറച്ച് സീൻസ് മാറ്റിയിട്ടുണ്ട്. ആ ഒരു വില്ലന്റെ ആ ഒരു പ്രോസ്പെക്റ്റീവ് ഫുൾ മാറിയപ്പോൾ അതിൽ വന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ മാറി. അല്ലാതെ റീമേക്ക് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ വേറെ ലെവലായിരുന്നു. തിയേറ്റർ മെറ്റീരിയൽ സാധനം. തിയേറ്റർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റ് ഐറ്റം. അത് തിയേറ്ററിൽ തന്നെ കാണാനുള്ള ഒരു വക അതിൻ്റെ അകത്തുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്റർവൽ ബ്ലോക്ക് അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ക്ലൈമാക്സ് ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഹൈ സ്കെയിൽ സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെ ഒരു സ്കെയിൽ വലുതാക്കി ആ ഒരു രീതിക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമാക്സിൽ ആ 40 സെക്കൻഡ്, അത് അത് എന്താ പറയാ, ആ ഒരു 40 സെക്കൻഡ് ഭയങ്കര സൈലന്റ് ആയിരുന്നു. പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരുന്നു തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ. കാരണം അത് അങ്ങനെ നമ്മളെ പിടിച്ചങ്ങ് ഇരുത്തി കളഞ്ഞു. ആ ഒരു 40 സെക്കൻഡ് നമ്മളെ ഒരുപാട് ചിന്തയിലേക്കും ഒരുപാട് ഓർമ്മകളിലേക്കും അങ്ങനെ അങ്ങ് പോയി. ഒരുപാട് ട്രാവൽ ചെയ്തു. എത്രയോ വർഷത്തെ മുമ്പുള്ള കാര്യം വരെ അങ്ങ് ആലോചിച്ച് പോയി ഇത് കണ്ടോണ്ടിരുന്നപ്പോ. കാരണം വെച്ചാൽ എന്താ പറയാ, FDFSും കുറെ ഓർമ്മകളും, കുറെ സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കാൻ പോകുന്നതും, ടിക്കറ്റ് എടുക്കാനുള്ള ആ ഒരു ത്വരയും എല്ലാം ആലോചിച്ചു. ആ ഒരു 40 സെക്കൻഡ് സിനിമ. ഇനി ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവില്ല, ഇനി ഒരു സിനിമ ഇങ്ങനെ ഉണ്ടാവില്ല, ഇനി ഇങ്ങനത്തെ ഒരു FDFS ഇല്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഇന്നത്തെ ഒരു ദിവസം ആ സിനിമ കൊണ്ട് ഇറങ്ങിയപ്പോ ഭയങ്കര ഡൗൺ ആയിപ്പോയി. എന്താ പറയാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുള്ളിക്കാരൻ വേറൊരു പാത നോക്കി അങ്ങ് പോവുക. പിന്നെ ഇതിന്റെ ടൈറ്റിൽ കാർഡ്, എന്റെ മോനെ വേറെ ലെവല്. അതൊരു ഗൂസ്പംസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ആ ഒരു ടൈറ്റിൽ കാർഡ് കാണുമെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗൂസ്പംസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. പിന്നെ അങ്ങനെ സിനിമ മൊത്തത്തില് എനിക്ക് നല്ല തിയേറ്റർ മെറ്റീരിയലായിട്ട്, എനിക്ക് വാച്ചബിൾ ആയിട്ടുള്ള മൂവി ആയിട്ടാണ് തോന്നിയത്. നല്ലൊരു ഇമോഷണൽ കണക്ട് ആയിട്ടുള്ള, വിജയുടെ കുറെ മാൻഡ്രസങ്ങളുള്ള ഒരു വിജയ് പടം എന്ന് തന്നെയാണെ പറയാം. പക്കാ ഒരു വിജയ് പടം എന്ന് തന്നെ പറയാം. അതിൽ മാറ്റമൊന്നുമില്ല. ഒരു വിജയ് പടം തന്നെ പറയാം. അതിനെ എങ്ങനെ കളിയാക്കിയാലും ഏത് രീതിക്കാണെങ്കിലും ഒരു വിജയ് പടം എന്ന് തന്നെ പറയാം. പക്ഷെ കുറെ ആ ഒരു നല്ലൊരു എന്താ പറയാ, ഒരു വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കലി ഉള്ള ഒരു വിഷയം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പൊളിറ്റിക്കൽ ലൈഫ്, ഇനി അങ്ങോട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലൈഫിനെ ബേസ് ചെയ്തിട്ട് കൊണ്ടുവന്ന സാധനം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് കണ്ടിരിക്കേണ്ട സാധനം തന്നെയാണ്. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ആ ഒരു ഇമോഷണൽ കണക്ട്, മമിത ബൈജുവായിട്ടുള്ള ഇമോഷണൽ കണക്ട് ആണെങ്കിലും ആ ഒരു സീൻസ് കോമ്പിനേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീൻസും BGM അനിരുദ്ധ് അടിപൊളിയാക്കി, ഒരു രക്ഷയില്ല. ചില സ്ഥലത്തൊക്കെ ഉള്ള BGMs ഒക്കെ ഉണ്ടല്ലോ, പൊളി. ആ സിനിമയിലെ OST ഒക്കെ വരുമ്പോ അടിപൊളിയായിരിക്കും. അടിപൊളി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്റർവൽ ബ്ലോക്ക് വേറെ ലെവൽ. അതിന്റെ ഒരു ഓറ ഉണ്ടല്ലോ, തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ചിലയിടത്തൊക്കെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്യും. ചില ചെറിയ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ. മൊത്തത്തില് ആ റീമേക്ക് പടം എങ്ങനെ, അത് കണ്ടിട്ടുള്ളവർക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും, ഇല്ലെന്ന് പറയുന്നില്ല. അത് കാണാത്തവർക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെടും. കണ്ടവർക്ക് ചിലപ്പോൾ ഒരു ആവറേജ് അനുഭവമായിരിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ, എന്നാൽ പോലും ആ ഒരു മൈൻഡ് വെച്ച് കണ്ടാലും ഇതിന്റെ ഒരു കണ്ടന്റ് ഫുള്ളായിട്ട് മാറ്റിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീല് തോന്നത്തില്ല. നമുക്ക് അത്യാവശ്യം നല്ല സിനിമ ഇഷ്ടപ്പെടും. നിങ്ങൾ പറ്റുമെങ്കിൽ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. അത് എന്താ പറയാ, അങ്ങനെ തന്നെ പറയണം. തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ കാണുക.
ഇനി വിജയ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും വിജയ് ഫാൻസ് ആണെങ്കിലും ഇനി ഇങ്ങനത്തെ ഒരു ദിവസം ഉണ്ടാവും, ഇനി ഇങ്ങനത്തെ ഒരു ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം തിയേറ്ററിൽ പോയി കാണുക. എനിക്കെന്തായാലും ആ ലാസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടി. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല, പറയുമ്പോ തന്നെ ഇമോഷണൽ ആവുന്നു. ഓക്കെ.